നമസ്കാരം എക്സൽ ഇലക്ട്രിക്കൽസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക്. കഴിഞ്ഞ തവണ നമ്മൾ മുളകുണക്കുന്ന വീഡിയോ ചെയ്തത് സെമി ഓട്ടോമാറ്റിക്കലായിരുന്നു. ഇത് കണ്ട പലരും ഫുള്ളി ഓട്ടോമാറ്റിക്കൽ ചെയ്യാൻ സാധിക്കില്ലേ എന്ന് ചോദിച്ചിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇത്തവണ ചെയ്യുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക്കലാണ്. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കടക്കാം. മുളക് ഉണക്കുന്നതിന് മുൻപായി നന്നായി കഴുകേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിൽ ധാരാളം ചെളിയും മണ്ണും കാണും. ഇത് 2-3 തവണ നന്നായി കഴുകി വേണം ഉണക്കാൻ. ആദ്യ കഴുകൽ കഴിഞ്ഞപ്പോൾ ഇതിൽ ഇത്രയും ചെളിയുണ്ടായിരുന്നു. നമുക്കിത് ഒരിക്കൽ കൂടി കഴുകാം. കഴുകുമ്പോൾ കാണുന്ന പൊടിയും മറ്റും അപ്പോൾ നീക്കം ചെയ്ത് മുളക് ബക്കറ്റിലേക്ക് മാറ്റാം. ഇനി ക്ലീൻ ചെയ്ത മുളക് ബക്കറ്റിന് മുകളിൽ വൃത്തിയുള്ള ഒരു തുണി വിരിച്ച് അതിലേക്ക് മാറ്റണം. ശേഷം ഇത് നല്ലൊരു ചരട് കൊണ്ട് അഴിയാത്ത വിധത്തിൽ ടൈറ്റായി കെട്ടണം. കെട്ടുമ്പോൾ ബോൾ പോലെ കെട്ടരുത്, വളരെ അയഞ്ഞ തരത്തിൽ വേണം കെട്ടാൻ. അതല്ലെങ്കിൽ വാഷിംഗ് മെഷീന്റെ ഒരു ഭാഗത്ത് ഒതുങ്ങി നിന്ന് മെഷീന് ബാലൻസ് ചെയ്യാൻ സാധിക്കാതെ വരും. ഇനി നമുക്ക് മെഷീനിലേക്ക് മാറ്റി ഡോർ ക്ലോസ് ചെയ്ത് ഓൺ ചെയ്യാം. ആദ്യം പവർ ഓൺ ചെയ്യുക. അപ്പോൾ മെഷീൻ നോർമൽ മോഡിലാണ് ഉള്ളത്. നമുക്കിതിനെ റിൻസ് ആൻഡ് സ്പിൻ മോഡിലേക്ക് കൊണ്ടുവരണം. ഇപ്പോഴിത് റിൻസ് ആൻഡ് സ്പിൻ മോഡിലേക്ക് വന്നു കഴിഞ്ഞു. പക്ഷെ നമുക്ക് റിൻസ് ആവശ്യമില്ല, സ്പിൻ മാത്രമാണ് വേണ്ടത്. അതുകൊണ്ട് റിൻസ് നമ്മൾ ഇങ്ങനെ 0യിലേക്ക് കൊണ്ടുവരുന്നു. ഇനി ഓൺ ചെയ്യാം. ഓൺ ചെയ്തപ്പോൾ ആവശ്യമായ സമയം 15 മിനിറ്റാണ് കാണിക്കുന്നത്. അത്രയും സമയം കൊണ്ട് ഇത് ഡ്രൈ ആയി കിട്ടും. ആദ്യം മെഷീൻ ഇതിന്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാനായി സാവധാനം കറങ്ങുന്നുണ്ട്. അല്പനേരം കഴിഞ്ഞ് സ്പീഡിൽ കറങ്ങും. ഇപ്പോൾ സ്പീഡായി. 15 മിനിറ്റ് നമുക്ക് കാത്തിരിക്കാനാകില്ല. ആ സമയം നമ്മുടെ വ്യൂവേഴ്സിന് 5 വീഡിയോ കൂടി കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സ്പീഡാക്കി തീർക്കുന്നു. ഇതാ 15 മിനിറ്റ് ആയി കഴിഞ്ഞു. മെഷീൻ ഓഫായി. ഡിജിറ്റ് 0യിലേക്ക് വന്നു. ഇനി നമുക്കിത് എത്രത്തോളം ഉണങ്ങി എന്ന് നോക്കാം. വൗ, ഇത് കിടിലനായിട്ടുണ്ട്. ഇത് നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഒരു അര വെയിൽ കൊണ്ടാൽ പൊടിക്കാം. വീഡിയോ ഉപകാരപ്രദമെങ്കിൽ കൂടെ കൂട്ടാൻ മറക്കേണ്ട. താങ്ക്